ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്, ഐ ആം ബാക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ കൈ ശരിയാക്കി കഴിഞ്ഞാൽ ചേച്ചി ക്രാഫ്റ്റായിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ, ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഫ്ലവേഴ്സ് തന്നെയാണ് വന്നു. പക്ഷേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ പേപ്പർ വെട്ടാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാനൊന്നും തപ്പിയപ്പോഴാണ് കിട്ടിയത് എന്താ പൈപ്പ് ക്ലീനേഴ്സ്. ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ കാര്യമേ മറന്നു പോയി. എന്തോ ചെയ്യാനെന്ന് പറയാം, ബാഡ് മെമ്മറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചുള്ള ഫ്ലവേഴ്സ് തന്നെ വന്നു. ഞാൻ നേരെ പോയി പിൻട്രസ്റ്റിനോട് ചോദിച്ചു, നമുക്കൊന്നും പറഞ്ഞിട്ടുണ്ടാകുന്ന പിൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിനോട് ചോദിച്ചപ്പോൾ പിൻട്രസ്റ്റ് എനിക്ക് കുറേ നല്ല നല്ല ഫ്ലവേഴ്സ് കാണിച്ചു തന്നു. പക്ഷേ അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സമയം എടുക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. ഈ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ ആയതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അല്ല, എനിക്ക് ഭയങ്കര മടിയാണ്. ഞാനെല്ലാം സിമ്പിൾ ആൻഡ് ഹമ്പിളാക്കി എങ്ങനെ എലഗൻ്റാക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ തപ്പി ചെന്നപ്പോഴാണ് എനിക്ക് എൻ്റെ റോസാപ്പൂവിനെ കിട്ടിയത്. പക്ഷേ എൻ്റെ റോസാപ്പൂ, പിൻട്രസ്റ്റിലെ റോസാപ്പൂവും എൻ്റെ റോസാപ്പൂവും തമ്മിൽ രാത്രിയും പകലും എന്നുള്ള വ്യത്യാസമൊക്കെ വേണമെങ്കിൽ തോന്നാം. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എനിക്ക് നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് വേണം, പക്ഷേ നമ്മുടെ പിൻട്രസ്റ്റിൻ്റെ അകത്തുള്ളതാണെങ്കിൽ മൊത്തം എലഗൻ്റ് ആയിരിക്കും, ബട്ട് സിമ്പിളല്ല, ഇച്ചിരി പാടാണ് എനിക്ക് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്നെപ്പോലെയുള്ള ഒരു മടിച്ചിക്ക് പറ്റിയ ഒരു സാധനം നമുക്കങ്ങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെയുള്ള ഒരു മടിച്ചിയോ മടിയനോ ഒക്കെ ആവണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.